ഇന്നത്തെ നമ്മുടെ പരിപാടി കൊടൈക്കനാലിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ എക്സ്പ്ലോർ ഇൻ ദ ഔട്ട്സ്കേർട്സ് ഓഫ് കൊടൈക്കനാൽ. പൂണ്ടി, കൂകൽ, പൂമ്പാറ ഇതാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. രാവിലെ തന്നെ ഏകദേശം നമ്മൾ കൊടൈക്കനാലിലെത്തി. നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കൊടൈക്കനാലിൽ ഇപ്പോൾ ഉള്ളത്. കൊടൈക്കനാലിൽ മഞ്ഞ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാലാണ് മഞ്ഞെല്ലാം കൂടുതൽ കയറി നമുക്ക് റോഡൊന്നും കാണത്തില്ലാത്ത ഒരു ഇതിലോട്ട് നമുക്ക് എത്തുന്നത്. പക്ഷെ ഇന്ന് രാവിലെ ഇപ്പം മഞ്ഞൊന്നും ഇല്ല, അങ്ങനെ നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. നമ്മൾ കൊടൈക്കനാലിലെ വേറെയുള്ള സ്ഥലങ്ങളിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പൂമ്പാറ, കൂകൽ ആണ് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കയറി വന്നപ്പം നല്ല മഴ പെയ്തു, അപ്പോൾ മഞ്ഞും കയറിയിട്ടുണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ്. ഇപ്പം നല്ല തണുപ്പാണ്. മഞ്ഞാണ് ഈ റോഡിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നമ്മൾ എപ്പോൾ പോയാലും നമ്മൾ ഈ മഞ്ഞിൻ്റെ കോടയുടെ ഇടയിലൂടെയാണ് നമ്മുടെ യാത്ര. അതൊരു അപാര ഫീലാണ്. കൊടൈക്കനാൽ യാത്രയിൽ ഏറ്റവും വലുതാണ് ഇത്. അടുത്ത നമ്മുടെ മെയിൻ ഇത് പൈൻ ഫോറസ്റ്റ് ആണ്. പൈൻ ഫോറസ്റ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ ദ സിറ്റി. പൈൻ ഫോറസ്റ്റ് പ്രകൃതി രമണീയമായ കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ്, മറിച്ച് നീണ്ട നടത്തത്തിനുള്ളൊരു വിശ്രമത്തിന് അനുയോജ്യമായ ഒരു സ്ഥലം. ചുറ്റുമുള്ള മരങ്ങളും പ്രകൃതിദത്തമായ മനോഹരമായി വളർന്നിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. പില്ലർ റോക്ക് എന്നറിയപ്പെടുന്ന സ്തൂപാകൃതിയിലുള്ള പാറക്കെട്ട് കൊടൈക്കനാലിലെ ഒരു വിശേഷ കാഴ്ചയാണ്. മറ്റൊരു പ്രസിദ്ധ സ്ഥലമായ ആഴമേറിയ ഗുണാഗുഹകൾ ഇതിന് പുറകിലാണ് ഉള്ളത്. ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ മഞ്ഞ് മൂടിയ ഒരു അന്തരീക്ഷമായിരുന്നു. നമുക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽ നമുക്കത് കിട്ടുകയില്ല. ഇതാണ് പില്ലർ റോക്ക്. കൊടൈക്കനാലിലെ വളരെ ഒരു ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് പില്ലർ റോക്ക്. വളരെ മനോഹരമായ ഒരു ഇതാണ്. കൊടൈക്കനാലിൽ 1-2 പ്രാവശ്യം വന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഉൾഗ്രാമത്തിലൂടെയാണ് സഞ്ചരിക്കാനുള്ള ഇത് നോക്കിയത്. കൂടുതലും കോടൈ മുതൽ പൂണ്ടി വരെയുള്ള റോഡുകൾ ശരിക്കും അടിപൊളിയാണ്, കാഴ്ചകൾ അതിശയിപ്പിക്കുന്നത്. നമ്മൾ ശരിക്കും ആ യാത്ര ആസ്വദിക്കും. ഏകദേശം 45 കിലോമീറ്ററോളം ഉണ്ട് കൊടൈക്കനാലിൽ നിന്ന് പൂണ്ടി, മന്നവന്നൂർ, കൂകൽ എന്ന സ്ഥലങ്ങളിലേക്ക്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. വളരെ പ്രകൃതിയുടെ അങ്ങേയറ്റമാണ് നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയുള്ള മഞ്ഞ് മൂടി ആ ഒരു ഭംഗി നമുക്ക് വളരെ അടുത്ത് കാണാം. നമ്മൾ പോകുമ്പോൾ കാഴ്ചകൾ മെച്ചപ്പെടും, പ്രകൃതിയെ അതിൻ്റെ ഏറ്റവും നന്നായി അറിയുകയും ചെയ്യുന്നു. ആദ്യം നമ്മൾ എത്തുന്നത് പൂമ്പാറ എന്ന ചെറിയ ഗ്രാമത്തിലാണ്. കൃഷിയിടങ്ങളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. താഴേക്ക് പോകും തോറും ഉയരത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന പൂമ്പാറ ഗ്രാമത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. പൂണ്ടി ഇന്നുവരെ ഒരു പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമല്ല. അവിടെ എത്തിയത് വരെ ഈ കൊച്ചു സുന്ദരമായ സ്ഥലത്തെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല. ആക്ച്വലി മന്നവന്നൂർ വരെയാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തത്. അത് നീണ്ട് പൂണ്ടിയിലെത്തി. പൂണ്ടി ഒരു മഞ്ഞ് മൂടിയ സ്ഥലം, കൃഷിയിടങ്ങളും കൂടുതൽ ഗ്രാമങ്ങളുമാണ് കൂടുതലുള്ളത്. ഇക്കോ ടൂറിസത്തിനും മന്നവന്നൂർ തടാകത്തിനും പേര് കേട്ടതാണ് മന്നവന്നൂർ. ചെമ്മരിയാടിൻ്റെ ഒരു ഫാമും ഇവിടെ വളരെ പ്രസിദ്ധമാണ്. കൊടൈക്കനാലിൽ നിന്നും 40 കിലോമീറ്റർ അകലെയാണ് മന്നവന്നൂർ. മനോഹരമായ ഒരു വിദൂര ഗ്രാമം. കൊടൈക്കനാൽ വരുന്ന അധികം ആളുകൾക്കും ഈ പ്രദേശത്തെക്കുറിച്ച് അറിയില്ല. ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള പ്രദേശമാണ് ഇത്. ഈ തടാകവും ഈ ചുറ്റുപാടും വളരെ മനോഹരമായ ഒരു പ്രകൃതി രമണീയത നമുക്ക് തരുന്നു. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പറയാൻ ഈ ചെമ്മരിയാടുകളുടെ ഫാമാണ്. ചെമ്മരിയാടുകളെ മേഞ്ഞ് നടക്കുന്ന ഒരു പുൽമേട്. ഇതുകൂടാതെ ഇവിടെ കാർഷികമായി വളർത്തുന്ന ഒരു 4-കാല് മൃഗമാണ് ചെമ്മരിയാട്. ഇത് ഇരട്ടക്കുളമ്പുള്ള ഒരു മൃഗമാണ്. കാർഷിക ആവശ്യങ്ങൾക്കായി മെരുക്കിയെടുക്കപ്പെട്ട ആദ്യ മൃഗങ്ങളിൽ ഒന്നാണ് ചെമ്മരിയാട്. ഇറച്ചിക്കും രോമത്തിനും വേണ്ടിയാണ് മനുഷ്യർ ഇതിനെ വളർത്തുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന മൃഗരോമം ചെമ്മരിയാടിൻ്റെ രോമമാണ്. തൂകലിനായും പാലിനായും ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കായും ഇവയെ വളർത്താറുണ്ട്. പല പുരാതന സംസ്കാരങ്ങളുടെയും വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഒന്നാണ് ചെമ്മരിയാട് വളർത്തൽ. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, പാറ്റഗോണിയൻ രാഷ്ട്രങ്ങൾ, യുണൈറ്റഡ് കിങ്ഡം എന്നീ രാജ്യങ്ങളാണ് ചെമ്മരിയാട് വളർത്തലിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. വെള്ളയും ബ്രൗണും നിറങ്ങളിലുള്ള ചെമ്മരിയാടുകളാണ് കൂടുതലായിട്ട് ഉള്ളത്. എന്നിരുന്നാലും ഇതിനെ കാണാൻ ആളുകൾ വളരെയധികം വന്നു വരുന്നുണ്ട്. ഈ ചെമ്മരിയാടിൻ്റെ ഫാമിലോട്ട് മാത്രമായിട്ടാണ് ആളുകൾ വരുന്നത്.
ഇനി ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് കൂകലിലോട്ടാണ്. കൂകലിലോട്ട് പോകുന്ന റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ റോഡാണ്, മഞ്ഞ് മൂടിയ റോഡ്. നമുക്ക് കൂടുതൽ കാഴ്ചകൾ നമുക്ക് വ്യക്തമല്ല, ദൂരെയുള്ള കാഴ്ചകൾ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടില്ല. ഫുള്ള് കോട നിറഞ്ഞ ഒരു റോഡാണ്, ചെറിയ റോഡാണ്. മറുവശത്ത് നിന്ന് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് നമുക്ക് വലിയ പാടാണ്. ഒരു ചെറിയ റോഡായതിനാൽ നമുക്ക് അത്ര ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വലിയ വണ്ടികളൊക്കെ വന്നാൽ നമ്മളത് പെട്ടുപോകും റോഡിൽ. എന്നാലും അവിടുത്തെ ഒരു ഭംഗി വളരെ മനോഹരമാണ്. ഒരുപാട് സിനിമാ ലൊക്കേഷനുകളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കൂകൽ. കൂകലിലോട്ട് നമ്മൾ മെയിനായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ നമ്മൾ റീൽസിലും മറ്റിലും കാണുന്ന മെയിൻ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് മെയിനായിട്ട് കൂകൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടുത്തെ വെള്ളച്ചാട്ടത്തിന് ഉപരി ഇതാണ് ഏറ്റവും കൂടുതൽ ഈ ലൊക്കേഷൻ. അത് ഇവിടെയാണ് അവിടെ മെയിനായിട്ട് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു വലിയൊരു ഭംഗിയാണ്. ചുറ്റും കാടുകളാണ്. വന്യമൃഗങ്ങൾ ധാരാളമായിട്ട് വസിക്കുന്നുണ്ട്. ഇവിടെ ഈ കാട്ടുതീയൊക്കെ പടരുമ്പോൾ ഇവയെല്ലാം നാട്ടിലേക്ക് ഇറങ്ങാറുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. എന്നാലും ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് മനസ്സിന് കുളിർമയേകുന്ന ഒരു ഇതാണ്. വളരെ ഭംഗി നിറഞ്ഞ ഒരു ഇതാണ്. കൊടൈക്കനാലിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് കൂകൽ. ഒരുപാട് സിനിമാ ലൊക്കേഷനുകൾ നമുക്ക് ഇവിടെ ആയിട്ടുണ്ട് ഈ കൂകൽ എന്ന സ്ഥലത്ത്. ഇവിടെ ഈ കൂകൽ, പൂമ്പാറൈ, മന്നവന്നൂർ എന്നീ സ്ഥലങ്ങളിലൊക്കെ പ്രധാന ആകർഷണം അവിടുത്തെ കൃഷിയാണ്. ഗ്രാമങ്ങളുടെ മനോഹാരിതയെ സമ്പന്നമാക്കുന്ന കൃഷിയിടങ്ങൾ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. പ്രകൃതിയെ സ്നേഹിക്കുന്ന തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ പൂണ്ടി, കൂകൽ, മന്നവന്നൂർ ശുപാർശ